It starts from C and ends with R. Okay, the name of the tree starts from C and ends with R. It is good for pain, asthma, and cough. Okay, and it's left side, this side. This side. Don't look that side, only this side. Yeah. Which group? Frangipani vine. It is good for skin disease and diabetes. You have to find out the botanical name and come. It is this side, left side. Botanical name of Frangipani vine. You have to find out and come and tell. Okay, which beginning? Come here. Beginning letter is N, ending letter is I, and wait. Yeah. Which group? Yeah. The name of the tree is tree spinach. Okay. It is right side, not left side. It is good for diabetes. Tree spinach. Only right side. Tree spinach. That side. It is that side. Yeah. Correct. Yeah, correct. Yeah. Okay. Next is Malabar nut. Adatoda. It is good for bronchitis. Left side. Adatoda. Malabar nut. In English, it is Malabar nut. Kadamba tree. It is right side. Kadamba tree. That's another name of. No, it's not almond. Kadamba tree, another name of Kadamba tree. Right side. Near the circle. Right side near the circle. You are tired, huh? Both of you. Huh? Tata na? Huh? Acha na? Yeah. Which group? Group. Which group? Right side. Wait. I have not told which tree. What will you search? It is the letter starts from A, ends with A. It is right side, and it is good for anemia. Starting with A, ending with A. Yeah, correct. Yeah. What is the other name of Babul tree? Okay, what is the other name? Gum Arabic tree. It's written gum Arabic. Yes, ma'am. I said, ma'am. For skin diseases, right side, starting with M and ending with I. Here only. Yeah. തോട്ടത്തില് വെള്ളം ഒഴിക്കാൻ സാധിക്കും. പച്ചക്കറി പച്ചക്കറിയല്ല കഴുകി കൊടുക്കും. ആവും
നോക്ക്, ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഇത് ശ്രദ്ധയോടെ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പച്ചക്കറി മുറിക്കുന്നു, ശ്രദ്ധയോടെ ചെയ്യുന്നില്ലെങ്കിൽ എന്താവും? കായ് മുറിയും, ഉറപ്പാണ്. അപ്പം നമുക്ക് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ മുറ്റമടിക്കാണ്, അടിച്ചു വാരുന്നവർ ശ്രദ്ധയോടെ അടിച്ചു വാരില്ലെങ്കിൽ എന്താവും? വൃത്തി ഉണ്ടാവില്ല. ഈർക്കിൽ വായിക്ക് കൊള്ളുകയും ചെയ്യും. പിന്നെ ഇപ്പം നമ്മൾ തുണി മടക്കി വെക്കുന്ന പറഞ്ഞു, ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ എന്താവും? വൃത്തികേടാവും. അതെല്ലാം ഒതുങ്ങി വെക്കില്ല. അപ്പം എന്താ ശ്രദ്ധ? പൂർണ്ണമായി അത് ലയിച്ച് ചെയ്യുന്നതാണ്. അങ്ങനെ പൂർണ്ണമായി ലയിച്ച് ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് സിനിമക്ക് പോകാറില്ലേ? ഇല്ലേ? സിനിമയൊക്കെ ഒരു 2-2.5 മണിക്കൂറെല്ലാം ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ആ 2.5 മണിക്കൂർ പോകുന്നത് നമുക്കറിയോ? എന്തുകൊണ്ടാണ്? നമ്മൾ പരിപൂർണമായി അതിൽ ശ്രദ്ധിക്കുന്നു. അപ്പോഴും എന്താണ് ശ്രദ്ധ നമുക്കറിയണ്ടേ? ഞാൻ 1, 2, 3 എന്ന് പറയുമ്പോൾ നിങ്ങൾ 3 പ്രാവശ്യം ശ്വസിക്കണം, ബ്രീത്ത് ചെയ്യണം. ഞാൻ പറയുമ്പോഴാണ്. പറയട്ടെ? റെഡിയാണോ? 1, 2, 3. കഴിഞ്ഞോ? എന്തിനു നിങ്ങളൊന്ന് നിവർന്നിരുന്നു മൂക്കെല്ലാം ഒന്ന് റെഡിയാക്കി കണ്ണൊക്കെ വീഴിച്ചു നടു നിവർത്തി ഒരു കൊടുങ്കാറ്റിൻ്റെ ഒച്ചയൊക്കെ കിട്ടും? ഞാനിതൊന്നും പറഞ്ഞില്ലല്ലോ, പറഞ്ഞോ? പിന്നെന്തിനാണ്? എന്തുകൊണ്ടാണ്? തെറ്റല്ല കേട്ടോ, ചെയ്ത് തെറ്റൊന്നുമല്ല, തെറ്റില്ല. കാരണം കുട്ടികൾ തെറ്റാൻ അർഹതപ്പെട്ടവരാണ്. തിരുത്താൻ ചുമതലപ്പെട്ടവരോ? കുട്ടികൾക്ക് തെറ്റാൻ അർഹതയുണ്ട്. കാരണം എല്ലാം അറിയുമെങ്കിലും നമ്മൾ സ്കൂളിലേക്കെല്ലാം പോകണം. സ്കൂളും കോളേജൊന്നും പോകേണ്ട കാര്യം എല്ലാം അറിയും. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ആയിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് കുട്ടികൾക്ക് തെറ്റിപ്പോവാം. അതുകൊണ്ട് തെറ്റിപ്പോന്നിട്ട് പേടിച്ചിട്ട് ഒന്നും പറയാതിരിക്കാൻ പാടില്ല, നമ്മളെല്ലാം പറയാം. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ, എന്തിനാണ് 3 പ്രാവശ്യം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളൊന്ന് നിവർന്നിരിക്കുകയും മൂക്കൊക്കെ ഒന്ന് വിടർത്തുകയും ശബ്ദം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ഞാൻ നല്ല വൃത്തിയിൽ ചെയ്യണം, പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ? ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല, ഇല്ലേ? ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ശ്വസിക്കില്ലേ? ഞാൻ പറഞ്ഞില്ലെങ്കിൽ ശ്വസിക്കുമല്ലോ, അല്ലേ? എപ്പോൾ തുടങ്ങിയതായി ഏർപ്പാട്? ജനിക്കുമ്പോഴേ തുടങ്ങി. എപ്പോൾ അവസാനിക്കും? മരിക്കുമ്പോൾ. നോക്കും, നമ്മൾ ജനിക്കുമ്പോൾ തുടങ്ങിയത് മരിക്കുമ്പോൾ മാത്രം അവസാനിക്കുന്നതുമായ ഒരു പ്രവൃത്തി. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, നമ്മൾ ഉറക്കത്തിലാണെങ്കിലും ഉണർന്നിട്ടാണെങ്കിലും ബോധത്തിലാണെങ്കിലും അബോധത്തിലാണെങ്കിലും ഇത് നടന്നുകൊണ്ടേയിരിക്കും, ഇല്ലേ? നമ്മൾ ഉറങ്ങുമ്പോൾ ഇത് നടക്കാതിരിക്കുമോ? നടക്കാതിരുന്നത് എന്താവും? നിങ്ങും. അപ്പോൾ ഇത് നടക്കും. പിന്നെന്താ ഈ 3 പ്രാവശ്യം മാത്രം ഇങ്ങനെ ഒരു പ്രത്യേകതയായിരുന്നു? ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ശ്വസിക്കും. എന്തുകൊണ്ടാണ് 3 പ്രാവശ്യം അങ്ങനെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞപ്പോൾ ഇത് സ്വാഭാവികമായി നടക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞപ്പോൾ അതിലേക്ക് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യണം, ശ്രദ്ധിക്കുകയാണ്. ശ്രദ്ധിക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? സാധാരണഗതിയിൽ നമ്മുടെ ലങ്സ് ഉണ്ടല്ലോ, ശ്വാസകോശം എന്ന് പറയും, അതിൻ്റെ 50 മുതൽ 60% വരെ മാത്രമേ നമ്മൾ അതിൻ്റെ കപ്പാസിറ്റി യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ശ്വസിക്കുമ്പോൾ ഈ എയർ പോയിട്ട് കയറുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, ലങ്സ്, അതിൻ്റെ 50 മുതൽ 60% വരെ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. സാധാരണഗതിയിൽ നമ്മൾ ശ്രദ്ധയോടെ അല്ല ചെയ്യുന്നത്, സ്വാഭാവികമായി സംഭവിക്കണം. ശ്രദ്ധയോടെ ചെയ്യുമ്പോഴോ 60 മുതൽ 80% വരെ അതിൻ്റെ കപ്പാസിറ്റി ഉപയോഗിക്കും. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓക്സിജൻ കിട്ടും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പണിയെ വീട് ഓർമ്മിക്കുക, സാവധാനം സ്വന്തം വീട് ഓർമ്മിക്കുക, വീട്ടിലുള്ള ഓരോ അംഗത്തെയും മനസ്സിൽ കാണുക, ഓരോ മുഖവും ഉള്ളിൽ കണ്ടിട്ട് ഇങ്ങനെ വിചാരിക്കുക, ഇതാ ഇവരാണ് ഈ ഭൂമിയിൽ എന്നോട് ഏറ്റവും അടുത്തിടപെടുന്നവർ. ഇവരിൽ ആർക്കെങ്കിലും വിഷമമുണ്ടാക്കുന്ന ഒരു വാക്കും പ്രവൃത്തിയും എന്നിൽ നിന്നുണ്ടാവാതിരിക്കുവാൻ ഞാൻ ശ്രദ്ധിക്കും. ഇതാ ഇവരാണ് ഈ ഭൂമിയിൽ എന്നോട് ഏറ്റവും അടുത്തിടപെടുന്നവർ. ഇവരിൽ ആർക്കെങ്കിലും വിഷമമുണ്ടാക്കുന്ന ഒരു വാക്കും പ്രവൃത്തിയും എന്നിൽ നിന്നുണ്ടാവാതിരിക്കുവാൻ ഞാൻ ശ്രദ്ധിക്കും. എൻ്റെ ഈ താമസ സ്ഥലത്ത് ഞാൻ മുഖേന
താളത്തെറ്റുണ്ടാവാതിരിക്കുവാൻ ഞാൻ ശ്രദ്ധിക്കും. എൻ്റെ ഈ താമസ സ്ഥലത്ത് ഞാൻ മുഖേന താളത്തെറ്റുണ്ടാവാതിരിക്കുവാൻ ഞാൻ ശ്രദ്ധിക്കും. എൻ്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഭാഷ അലിവും മാധുര്യവും ഉള്ളതായിരിക്കട്ടെ. എൻ്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഭാഷ അലിവും മാധുര്യവും ഉള്ളതായിരിക്കട്ടെ. കടുത്ത ഒരു വാക്കും ഒരു കാരണവശാലും എന്നിൽ നിന്ന് ഉണ്ടാകാതിരിക്കട്ടെ. കടുത്ത ഒരു വാക്കും പ്രവൃത്തിയും ഒരു കാരണവശാലും എന്നിൽ നിന്ന് ഉണ്ടാകാതിരിക്കട്ടെ. അടുത്തതായി തൊട്ടടുത്ത അയൽവീടുകൾ ഓർമ്മിക്കാം. തൊട്ടടുത്തുള്ള ഓരോ വീടും അവിടെയുള്ള ആളുകളും മനസ്സിൽ വരട്ടെ. ഓരോരുത്തരെയും പേരെടുത്ത് ഓർമ്മിച്ച് ഇങ്ങനെ വിചാരിക്കുക, ഇതാ ഈ വീടുകളും ആളുകളുമാണ് ഈ ഭൂമിയിൽ എൻ്റെ ഭവനത്തോട് ഏറ്റവും അടുത്തുള്ളവ. ഇതാ ഈ വീടുകളും ആളുകളുമാണ് ഈ ഭൂമിയിൽ എൻ്റെ വീടിനോട് ഏറ്റവും അടുത്തുള്ളവ. ഇവർക്ക് പ്രയാസത്തിനിടവരുത്തുന്ന ഒന്നും എൻ്റെ വീട്ടിൽ നിന്ന് ഇന്ന് സംഭവിക്കാതിരിക്കുവാൻ ഞാൻ ശ്രദ്ധിക്കും. ഇവർക്ക് പ്രയാസത്തിനിടവരുത്തുന്ന ഒന്നും എൻ്റെ വീട്ടിൽ നിന്ന് ഇന്ന് സംഭവിക്കാതിരിക്കുവാൻ ഞാൻ ശ്രദ്ധിക്കും. എൻ്റെ പറമ്പിലെ വൃക്ഷശാഖകൾ വളർന്നിട്ടോ നീരൊലിപ്പ് കൊണ്ടോ ശബ്ദം കൊണ്ടോ ഗന്ധം കൊണ്ടോ ജന്തുക്കളെ കൊണ്ടോ ഒരു തരത്തിലും എൻ്റെ അയൽക്കാർക്ക് എൻ്റെ വീട് ശല്യമാകാതിരിക്കാൻ ഞാൻ കരുതും. അടുത്തതായി സ്വന്തം ഗ്രാമം അല്ലെങ്കിൽ താമസിക്കുന്ന പ്രദേശം ആകമാനം ഓർമ്മിക്കുക. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക, ഒരു വീട്ടിലെയും ഒരാളും രോഗിയാകാതിരിക്കണം. ഒരു വീട്ടിലെയും ഒരാളും രോഗിയാകാതിരിക്കണം. ഒരു വീട്ടിലും കലഹമുണ്ടാകാതിരിക്കണം. വീടിനുള്ളിലും വീടുകൾ തമ്മിലും നല്ല സ്വരച്ചേർച്ചയോടെ കഴിയുന്ന ഒരു പ്രദേശമായി എൻ്റെ നാട് മാറുന്നതിന് ഞാൻ എന്നാലാവുന്നത് ചെയ്തുകൊണ്ടേയിരിക്കും. നാലാമത്തേതായി നമ്മുടെ മാതൃരാജ്യം ഓർമ്മയിൽ വരിക. നമ്മുടെ ഇന്ത്യയെ, ഭാരതത്തെ ആകമാനം മനസ്സിൽ കാണുക. ഈ രാജ്യത്തോടുള്ള കോടാനുകോടി ജനങ്ങളും എൻ്റെ സ്വന്തക്കാരാണ്. ഈ രാജ്യത്തുള്ള കോടാനുകോടി ജനങ്ങളും എൻ്റെ സ്വന്തക്കാരാണ്. ഇവിടെയുള്ള വ്യത്യസ്തങ്ങളായ ഭൂപ്രകൃതിക്കോ ഭാഷകൾക്കോ ഒന്നും തന്നെ ഈ ബന്ധത്തിന് വിഘാതമാകാൻ കഴിയുകയില്ല. അടുത്തത് ആഗോള മാനുഷിക ധ്യാനമാണ്. ഇങ്ങനെ വിചാരിക്കുക, അനന്താകാശത്തുകൂടി അതിവേഗം സഞ്ചരിക്കുന്ന ഒരു ചെറിയ ഗോളത്തിലാണ് നമ്മളെല്ലാം ഉള്ളത്. അനന്താകാശത്തുകൂടി അതിവേഗം സഞ്ചരിക്കുന്ന ഒരു ചെറിയ ഗോളത്തിലാണ് നമ്മളെല്ലാം ഉള്ളത്. ഇതാണ് നമ്മുടെ എല്ലാം ആവാസസ്ഥാനം. ഈ ഭൂമിയെ ആശ്രയിച്ചാണ് നാം എല്ലാം ജീവിക്കുന്നത്. നാം ഓരോരുത്തരും ഭൂമിക്കാരാണ്. ഇവിടെയുള്ള എല്ലാവരും പരസ്പരം വേണ്ടപ്പെട്ടവരാണ്. നാം ഒരേ വീട്ടുകാർ. ഇപ്പോഴുള്ള കോടാനുകോടി ജനങ്ങളും എൻ്റെ മിത്രങ്ങളാണ്. ഇനി ഈ പ്രപഞ്ചം ഒന്നാകെ മനസ്സിൽ കാണുക. എന്നിട്ടിങ്ങനെ വിചാരിക്കുക, എൻ്റെ ഈ ചെറുഭൂമി അടക്കമുള്ള പ്രപഞ്ചം എത്ര ബൃഹത്താണ്. എൻ്റെ ഈ ചെറുഭൂമി അടക്കമുള്ള ഈ പ്രപഞ്ചം എത്രമാത്രം വലുതാണ്. ഇവിടെ യാതൊരു പരിമിതികളും സൃഷ്ടിക്കാതെ എൻ്റെ മനസ്സ് എല്ലാറ്റിനെയും ഉൾക്കൊള്ളത്തക്ക